നൈറ്റി മെറ്റീരിയലിൽ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു കുർത്തിയാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. സൈഡ് ഓപ്പൺ ആയിട്ടുള്ള കുർത്തിയാണ്. അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ നിവർത്തിയിട്ടിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. 4ആയിട്ടാണ് മെറ്റീരിയൽ മടക്കിയിട്ടിരിക്കുന്നത്. ലെങ്ത്ത് വീഡിയോയിൽ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മെഷർമെൻറ്റ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അളന്നിട്ട് അവിടെ നിന്ന് താഴത്തോട്ട് മെഷർമെൻറ്റ് എടുക്കുകയാണ് ചെയ്യണത്. 41 ലെങ്ത്തിലാണ് ഇപ്പോൾ എടുക്കുന്നത്. അതിനോടൊപ്പം 2 ഇഞ്ച് കൂട്ടി 43 ഇഞ്ചിലാണ് ലെങ്ത്ത് കട്ട് ചെയ്യുന്നത്. എത്രയാണോ ലെങ്ത്ത് വേണ്ട അതിനോട് 2 ഇഞ്ച് കൂട്ടി കട്ട് ചെയ്യുക. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഷോൾഡർ ഇവിടെ നിന്ന് മുകൾ ഭാഗത്ത് നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6.25 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വന്ന് ജസ്റ്റ് 6.25 ഇഞ്ച് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മുകളിൽ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോൾ കർവ് വരക്കുക. ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ചെസ്റ്റിൻ്റെ 4/1 മാർക്ക് ചെയ്യുക. അതിനോടൊപ്പം തയ്യൽത്തുമ്പ് 1.5 ഇഞ്ചോ 1 ഇഞ്ചോ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇവിടേക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 13.5 ഇഞ്ചിൽ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതുപോലെ 21 ഇഞ്ചിൽ ഹിപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 13.5 ഇഞ്ചിൽ വേസ്റ്റിൻ്റെ 4/1 മാർക്ക് ചെയ്യുക. അതിനോടൊപ്പം തയ്യൽ തുമ്പ് 1 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഹിപ്പിൻ്റെ 4/1 മാർക്ക് ചെയ്യുക. അതിനോടൊപ്പം തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ 1 ഇഞ്ച് മാത്രം എക്സ്ട്രാ എടുക്കുന്നത്. അതിനുശേഷം ഈ പോയിൻ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. താഴെ സ്ലിറ്റിൻ്റെ വിത്ത് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിലെ ഹിപ്പിൻ്റെ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് 4 ഇഞ്ച് ലെങ്ത്തിൽ 3 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഇങ്ങനെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബോക്സ് പോലെ വരച്ചിട്ട് റൗണ്ടായിട്ടൊന്ന് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഫ്രണ്ടിലെ ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടാനായിട്ട് 1/2 ഇഞ്ച് ഒന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ട് കുഴിച്ചതുപോലെ ഒന്ന് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്
ഇതുപോലെ 2 പീസായിട്ടാണ് 3/4 ലെങ്ത്തിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ തയ്യൽ തുമ്പ് കണക്കാക്കി ഒന്ന് കയറ്റി ഇത് മുകളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിനോടൊപ്പം 1 ഇഞ്ച് കൂടി കൂട്ടി 14 ഇഞ്ചിലാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. 14 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴ്ത്തി 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 3 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ആ 3 ഇഞ്ച് താഴ്ത്തിയ ലൈനിലോട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ ഇങ്ങനെയൊന്ന് സ്ലീവിൻ്റെ ഷേപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് ഇവിടെ നിന്ന് താഴ്ത്തി ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് എത്രയാണോ അതിൻ്റെ വിത്ത് അതിൻ്റെ ഒപ്പം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ നല്ല ഭാഗം ഒരുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് കുഴിച്ചൊന്നിങ്ങനെ വരച്ചു കൊടുക്കണം. ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. അതിനുശേഷം ഒന്ന് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കണം, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് യോക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട് ക്യാൻവാസിൽ ഇതുപോലെ 12 ഇഞ്ച് ലെങ്ത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വെച്ച് 5 ഇഞ്ച് വീതിയിലാണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം 3 ഇഞ്ച് നെക്ക് വിത്ത് അടയാളപ്പെടുത്തുക. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ നിന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ബോക്സ് പോലെ വരക്കുക. അതിനുശേഷം നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ താഴ്ഭാഗത്ത് ഇവിടെ നിന്ന് ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ആ 3.5 ഇഞ്ചിലോട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നിന്ന് കട്ട് ചെയ്തെടുക്കുക. ആ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ വന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. യോക്ക് പീസ് ക്രോസ് ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ മെറ്റീരിയലൊന്ന് ക്രോസ് ആയിട്ട് ഇടുക. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് സൈഡ് ഒരു 1/2 ഇഞ്ച് കൂട്ടി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് വശം കുറച്ച് പീസ് കുറവായിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ഡിസൈൻ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ മൂലവശം ഒരു പീസ് കട്ട് ചെയ്തെടുക്കണേണ്. തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് ഒന്ന് മുകളിലേക്ക് ആയിട്ട് വെച്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്ന് വെച്ച് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക.
ഇതുപോലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് ആ നെക്കിൻ്റെ ഡിസൈൻ ഒന്ന് വരച്ചെടുക്കാനായിട്ടാണ്. നെക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നെക്കൊന്ന് വരച്ചെടുക്കുക. നെക്ക് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നെക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സൈഡൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ. അതിനുശേഷം നിവർത്തിയിട്ടിട്ട് ഈ നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. ഇതുപോലെ ചരിച്ച് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. രണ്ട് പീസായിട്ടാണ് മെറ്റീരിയൽ ഇട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ പീസും ഇതുപോലെ വെച്ച് കറക്റ്റായിട്ട് ആ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചൊന്ന് ആ താഴത്തെ ആ ചെറിയ പീസും ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് ആ ചെറിയ പീസൊന്ന് ആ മൂലയ്ക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം മൊത്തം ഒന്ന് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ നെക്കിൻ്റെ ഫ്രണ്ട് വശത്തൊന്ന് ഉള്ളിലേക്ക് വന്ന് ചരിച്ച് വെട്ടിൻ്റെ അവിടെ ഒരു പൈപ്പിങ്ങും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ഇതേ സൈഡ് കൊണ്ട് ഒരു പൈപ്പിങ്ങും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്യാൻവാസ് ഒന്ന് ഇതിലൊന്ന് അയൺ ചെയ്ത് എടുക്കുക. കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. ഇതുപോലെ അയൺ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡൊന്ന് ജസ്റ്റ് ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് പീസ് എടുത്തിട്ട് സൈഡ് അടിച്ചിട്ട് ഉള്ളിലേക്ക് മറച്ച് വെച്ച് ജസ്റ്റ് ചെറിയൊരു പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുഴുവൻ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഇതുപോലെ പൈപ്പിംഗ് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ ആ സെൻറ്റർ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെൻറ്റർ ഭാഗത്ത് കറക്റ്റായിട്ട് ചീത്തവശത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ആ സെൻറ്റർ ഭാഗം ക്യാൻവാസിൽ ഇതുപോലെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സെൻറ്റർ കറക്റ്റായിട്ട് വെച്ചിട്ട് മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് താത്തി ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡറിൽ സ്ലോപ്പ് ഇടാനുള്ളതാണ്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ചെറിയ ഉള്ളിലോട്ട് മറിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക. ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ച് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തൊക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് എല്ലാ സൈഡും കറക്റ്റായിട്ടൊന്ന് അമർത്തി എല്ലാ സൈഡും കറക്റ്റായിട്ട് നെക്കൊന്ന് ഷേപ്പിലാക്കി എടുത്തിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡിൽ കൂടി നെക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്കിൽ കുറച്ച് താത്തിയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉള്ളിലോട്ടാണ് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യുന്നത്. നിങ്ങളെങ്ങനെയാണോ കട്ട് ചെയ്യണോ അതുപോലെ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ബാക്ക് പീസും ഈ ഫ്രണ്ട് പീസിൻ്റെ ഒപ്പം ചരിച്ചതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ചിട്ട് ഉള്ളിൽ നിന്ന് ചരിച്ചൊന്ന് ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ചരിച്ചൊന്നിങ്ങനെ വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പീസിന് ക്രോസ് പീസ് കൊണ്ട് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബാക്ക് പീസിൻ്റെ ക്രോസ് പീസിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ
വെച്ചിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് ഇതുപോലെ പ്രസ്സിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ലീവിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ഡിസൈൻ പോലെ. സ്ലീവിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് ഷോൾഡറിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല വശം കൂടി വെച്ച് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവ് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മുന്നേ ഫ്രണ്ട് പീസ് അടയാളപ്പെടുത്തിയിരിക്കുന്ന കുഴിച്ചു വിട്ടിരിക്കുന്ന ഭാഗം ഫ്രണ്ട് സൈഡിൽ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ രണ്ട് സൈഡും സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ രണ്ട് സൈഡും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലിറ്റ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി, ഇങ്ങനെ രണ്ടായിട്ട് മടക്കി എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ, നൈറ്റി മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കുർത്തിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യും. താങ്ക് യു.